നമസ്കാരം സുഹൃത്തുക്കളെ. മുല്ലപ്പൂ വിപ്ലവം അഥവാ ജാസ്മിൻ റെവല്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് പ്രധാനമായും ഈ ഫേസ്ബുക്കിൻ്റെയൊക്കെ തുടക്ക സമയത്തായിരുന്നു ചില രാജ്യങ്ങളിൽ, ലിബിയ, സിറിയ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ ഈ പറഞ്ഞ മുല്ലപ്പൂ വിപ്ലവം അരങ്ങേറിയത്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രചരിച്ച ഒരു വിപ്ലവമായിരുന്നു. തുടർന്ന് അവിടത്തേക്ക് ഭരണാധികാരികളെ മറിച്ചിടാനും പുതിയ സർക്കാർ വരാനും കാരണമായി. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഈ വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹമൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇങ്ങനെ ചില സാധ്യതയുണ്ടെന്ന് അന്ന് ലോകത്തിന് മനസ്സിലായി. അതിനുശേഷം ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും പലതവണ ഇതേപോലെ സോഷ്യൽ മീഡിയ വഴിയുള്ള വിപ്ലവം ഇവിടെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മൾ കളിയാക്കി വിളിക്കുന്ന ബേക്കറി ലഹള എന്ന് പറഞ്ഞ ഒരു സംഭവം കേരളത്തിൽ അരങ്ങേറിയിരുന്നു. ബേക്കറിയൊക്കെ കുത്തി പൊളിച്ചു, അതിനകത്ത് കയറി ലഡുവും മറ്റും പപ്സും ഒക്കെ എടുത്തുകൊണ്ട് പോയി. ചൂടാപ്പികളാണ് കൂടുതലും അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് അവർക്ക് ബേക്കറി ലഹള എന്ന് നമ്മൾ പേരിട്ട് കൊടുത്തത്. ഇത് ഉണ്ടാവാനുള്ള കാരണം അന്ന് വാട്സപ്പ് വഴി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും തുടർന്ന് അരങ്ങേറിയ സംഭവമാണിത്. അതുകൊണ്ടാണ് നമ്മളതിനെ ബേക്കറി ലഹള എന്ന് വിളിച്ചത്. സത്യത്തിൽ അത് മറ്റ് രാജ്യങ്ങളിലൊക്കെ നടന്ന പോലുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു കലാപശ്രമവും സർക്കാരിനെ മറിച്ചിടാനുള്ള കേരളത്തിൻ്റെ ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഇതുവഴി ഇന്ത്യ മുഴുവൻ അത് പടർത്തിയിട്ട് അതിനൊക്കെയുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടായതിനാൽ ഇത് എല്ലായിടത്തും ഒന്നും വർക്കാവില്ല. അതുകൊണ്ടത് ഇവിടുത്തെ സർക്കാർ തന്നെ അടിച്ചമർത്തി പരാജയപ്പെട്ടു. ഒരുപാട് കേസുകൾ കൂട്ടുകയൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഏഷ്യൻ രാജ്യങ്ങൾ തന്നെയായിട്ടുള്ള നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇവിടെയൊക്കെ ഒരു വിപ്ലവം നടന്നു. അത് സോഷ്യൽ മീഡിയ ഉണ്ട്, അതിനൊപ്പം തന്നെ ഈ പുതിയ ജെൻസി എന്ന ഈ വിഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് അവിടെ വലിയ കലാപം ഉണ്ടാക്കുകയും ഈ മൂന്നിടത്തെയും ഭരണകൂടങ്ങളെ മറിച്ചിട്ടു. അതിനുശേഷം അവർ കാണിച്ച സകല വൃത്തികേടുകളും നമ്മൾ കണ്ടതാണ്, നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റുമെല്ലാം കണ്ടതാണ്. പുതിയ സർക്കാരുകൾ വന്നു. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവനും വാരി പിടിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് ഓടി വരേണ്ട വന്നു. നമ്മൾ അഭയം കൊടുത്തു. ഇപ്പോഴും അവർ ഇവിടെ സുരക്ഷിതയാണ്. അപ്പോൾ ഇതും ഇവിടെയുള്ള ഒരുപാട് ആളുകൾ ഒരു ഇതിൽ നിന്ന് കുറേ പാഠം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കൂട്ടരും, ഇത് സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്ന കൂട്ടരും ഈ സർക്കാർ ആയിട്ട് അധികാരത്തിലിരിക്കുന്ന ആളുകളുമൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും ശ്രമിച്ചു. അതാണ് നമ്മൾ അവസാനം കണ്ട CJP പാറ്റ വിപ്ലവം. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആദ്യം പറഞ്ഞ സ്ഥലങ്ങളിൽ സോഷ്യൽ മീഡിയ വിപ്ലവം വിജയിച്ചു. മുല്ലപ്പൂ വിപ്ലവം 3-4 ഭരണകൂടങ്ങൾ കടപുഴകി. അതിനുശേഷം നടന്ന ജെൻസി വിപ്ലവത്തിൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക ഈ മൂന്നിടങ്ങളിലെയും ഭരണകൂടങ്ങൾ കടപുഴകി. പക്ഷേ ഇന്ത്യയിൽ അവർ ശ്രമിച്ചു. അത് ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം പിടിച്ചെടുത്തുകൊണ്ടൊന്നും ഇന്ത്യ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇന്ത്യ അങ്ങനെയാണ്. ഇവിടെ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തല്ലാതെ ഒരു സർക്കാരിനെ മാറ്റാൻ പറ്റില്ല. പിന്നെ സമരങ്ങളൊക്കെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നടക്കും. സമരം നടത്തിയൊന്നും ഇന്നുവരെ ഇന്ത്യയിലെ ഒരു സർക്കാരിനെയും ഒരു പാർട്ടിയും മറച്ചിട്ടിട്ടില്ല. അത് സാധ്യമല്ല. അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഭൂരിപക്ഷം ഇല്ലാതെ വരികയും ചെയ്താൽ മാത്രം ആ സർക്കാരിനെ രാജിവെക്കേണ്ടി വരും. അല്ലാതെ പുറത്ത് കിടന്ന് സമരം നടത്തിയാലോ പാർലമെൻറ്റൊക്കെ പിടിച്ചെടുക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ലാസ്റ്റ് നമ്മൾ ആ കലാപം കണ്ടു. എന്തായിരുന്നു കണ്ടത്? ഈ പറഞ്ഞ ജെൻസി കലാപമായിരുന്നു. ഇനി ഇവരുടെ മുന്നിൽ ഒരേ ഒരു കലാപം കൂടിയേ ബാക്കിയുള്ളൂ. അത് നേഴ്സറി പിള്ളേരെ ഇറക്കിയിട്ടുള്ളൊരു കലാപമായിരിക്കും. അത് ഇവിടെ തുടങ്ങത്തില്ല. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ നേഴ്സറി പിള്ളേരിറങ്ങി ഈ ജെൻസിയെക്കാളും ഇളയ പിള്ളേരായിട്ടുള്ള നേഴ്സറി അല്ലെങ്കിൽ ഈ LP സ്കൂൾ പിള്ളേരൊക്കെ ഇറങ്ങി ഒരു കലാപം നടത്തി ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിജയിപ്പിച്ചാൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും അവരൊന്ന് ശ്രമിച്ചു നോക്കും. നിലവിൽ ഇതുവരെയുള്ള എല്ലാ അടവുകളും അഭ്യാസങ്ങളും രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇവിടെ പയറ്റിക്കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഒരു ജെൻസി വിപ്ലവം ഇവിടെ സാധ്യമല്ല. കാരണം ഇപ്പോൾ കിട്ടിയ പിന്തുണയൊന്നും, അതായത് ഈ പ്രതിപക്ഷ പിന്തുണ സ്വാഭാവികമായിട്ടും ഉണ്ട്, അതിൻ്റെ കൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ പിന്തുണ കൂടിയുണ്ട്. അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ അങ്ങനെയാണ്. ആ സമയത്തുള്ള ഒരു വൈകാരികമായിട്ടുള്ള ആ ചിന്ത കൊണ്ടാണ് പെട്ടെന്ന് അവർ അതിന് കൊടുക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യബോധത്തിലേക്ക് അവർ തിരിച്ചു വരും. അപ്പോൾ അവർ മനസ്സിലാക്കും ഇനി ഒരിക്കൽ കൂടി. ഇപ്പോൾ ഈ CJPയുടെ നേതാക്കളൊക്കെ സുപ്രീം കോടതിയോടാണ് പറയുന്നത്. അതായത് സുപ്രീം കോടതി നിർദ്ദേശം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതിൻ്റെ ഉപാധികൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വീണ്ടും സമരത്തിന് ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും സമരത്തിന് ഇറങ്ങിക്കോ, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ കണക്ക് നിങ്ങളെ പിന്താങ്ങാനൊന്നും ഇനി ഒരു സെലിബ്രിറ്റിയും വരാനും പോകുന്നില്ല. കാരണം ആ വൈകാരിക സമയം അങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ യാഥാർത്ഥ്യബോധത്തോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അതിനാൽ ഇനി സമരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെൻസിക്കാർ, ഇവരാണെങ്കിലും ശരി, ഇനി വേറെ ഏത് കൂട്ടരാണ് ശരി, ഇറങ്ങിയാൽ പോലീസിൻ്റെ തല്ല് മേടിക്കും. അപ്പോൾ ജനങ്ങൾ തന്നെ പറയും 2 എണ്ണം കെട്ടട്ടെ, നല്ല കാര്യമെന്ന് പറയും. ഇനി ആകെ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേഴ്സറി പിള്ളേരെയോ അല്ലെങ്കിൽ LP സ്കൂളിലെ പിള്ളേരെയൊക്കെ പുറത്തിറക്കി ഒരു കലാപം നടത്താൻ വല്ല മാർഗ്ഗമുണ്ടോ എന്ന് നോക്കും. അതും വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇത് നടത്തി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ശ്രമിക്കാവൂ. എല്ലാ കാലത്തും ഇവിടെ ഉള്ള രാജ്യവിരുദ്ധ ശക്തികൾ അങ്ങനെ തന്നെയാണ്. വേറെ ഏതെങ്കിലും രാജ്യത്ത് നടന്ന് വിജയിച്ചു, ഇവിടെ നമുക്ക് വിജയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. പക്ഷേ എല്ലാ തവണയും ഇവിടെ അത്
പരാജയപ്പെട്ടു. ഇവിടെ വിജയിക്കില്ല. ഇവിടെ സമരം നടത്തിയോ കലാപം നടത്തിയോ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ മറിച്ചിടാം എന്ന ചിന്ത തന്നെ അനാവശ്യമാണ്. അത് മനസ്സിലാക്കാത്തവരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജൻസി കലാപമായിട്ട് വരികയും പരാജയപ്പെടുകയും ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഴ്സറി കലാപം മാത്രമേ ബാക്കിയുള്ളൂ. ശ്രമിച്ചു നോക്കുക.